എന്തിനാ ഇത്ര വാശി? ഏയ് വാശിയൊന്നുമല്ല. 2 ദിവസം ഞാൻ ഇല്ലാതാകുമ്പോൾ മനസ്സിലാവട്ടെ എൻ്റെ വില. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഒരു വിലയില്ലാത്തത്. പെറ്റമ്മയെ വിഷമിപ്പിക്കരുത്. ലോകത്തിലെ ഏറ്റവും വലിയ ശാപം കിട്ടുന്ന തെറ്റാ അത്. ജോസി ഇന്ന് വീട്ടിൽ പോണം. ആദ്യത്തെ ശമ്പളം കിട്ടിയതല്ലേ. 2 ദിവസം കൂടി കഴിയട്ടെ. ഇന്നൊരു പാർട്ടിയുണ്ട്. നാളെ നീളെ. ഹലോ, അതെ പത്മയാണ്. ഹലോ, ഹലോ ഹലോ. പത്മ, ഞാനാ. ജോൺ. എനിക്കപ്പോഴേ തോന്നിയതാ അത് മച്ചു പറഞ്ഞതാണ് കറക്റ്റ്. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിനക്ക് ജോലി ചെയ്ത് പൈസ കിട്ടിയ ദിവസമാണെന്ന്. അപ്പൊ ഇതിലൊന്നും ഒതുക്കാൻ പോരാ. അതെ, നമുക്ക് ഇന്ന് തോപ്പുംപടി മാറി പോണം. എവിടെ വേണമെങ്കിലും പോവാം. ആരാ മച്ചു? അമ്മയാ. ഒന്ന് അനുഭവിക്കട്ടെ 2 ദിവസം എന്നെ കാണാതാകുമ്പോഴുള്ള വിഷമം. ഹലോ, ഓക്കെ ഇപ്പൊ വരാം. അങ്കിളെ, എന്റെ അമ്മ എവിടെ? എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയേ? അങ്കിളെ, എന്റെ അമ്മ എവിടെ? എനിക്ക് എന്റെ അമ്മയെ കാണണം. എന്താ ജോസി ഇത്? എത്ര പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചു, എവിടെയായിരുന്നു നീ? എനിക്ക് എന്റെ അമ്മയെ കാണണം. എക്സ്ക്യൂസ് മീ, എങ്ങനെയുണ്ട് ഡോക്ടർ? ഷീസ് ഇൻ ബാഡ് കണ്ടീഷൻ. ഹെവി ബ്ലീഡിംഗ് ഉണ്ട്. കുറച്ചുകൂടി നേരത്തെ എത്തിക്കേണ്ടതായിരുന്നു. തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട്. പ്ലീസ് പ്ലീസ്, മദ്യപിച്ചുകൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഡോക്ടർ, പേഷ്യന്റ് മകനാണ്. ദയവ് ചെയ്ത് ഇവനെ ഒന്ന് കാണാൻ അനുവദിക്കണം പ്ലീസ് ഡോക്ടർ. ശരി, പെട്ടെന്നായിക്കോട്ടെ. താങ്ക് യു ഡോക്ടർ.
സോറി അമ്മ. സോറി അമ്മ. നിന്നോട് ഒരു കാര്യം ഡോക്ടറെ വിളിക്കേ, ഡോക്ടറെ വിളിക്കേ. അമ്മ, അയ്യോ അമ്മ, 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 അയ്യോ. നോക്ക് എന്ത് കോലമായി കാണുന്നേ? എത്ര നാളെന്ന് വെച്ചാ എങ്ങനെ? റേഡിയോ സ്റ്റേഷനിൽ നിന്ന് സാറ് കുറെ പ്രാവശ്യം വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ എടുത്തില്ല, എടുക്കാൻ തോന്നിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇത്രയും നാളായില്ലേ? എത്ര നാളായാലും എന്താ, നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു കിട്ടോ? ഓ, കള്ളു കുടിച്ചോണ്ടിരുന്ന എല്ലാം തിരിച്ചു കിട്ടോ? അതിന് മാത്രം ഒരു കുറവുമില്ല. എന്താ ഈ ആലോചിച്ച് നിൽക്കുന്നേ? പോയിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ചെല്ല് ചെല്ല്.